ചേട്ടാ നിലവിൽ കേരളത്തിൽ മുക്കിന് സോളാറിൻ്റെ പോസ്റ്ററുകളും ബോർഡുകളും അതുപോലെ തന്നെ ഇത്ര രൂപയ്ക്ക് ചെയ്യാം, ഇത്ര ഓഫറാണ്, അങ്ങനെ സബ്സിഡി ഇങ്ങനെ സബ്സിഡി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ശരിക്കും ഒരു വെണ്ടറെ ചൂസ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ക്ലയൻസിന് എപ്പോഴെങ്കിലും അബദ്ധം പറ്റാറുണ്ടോ ചേട്ടാ? പരാജയം സംഭവിക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴറിയില്ല, അതിന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും. ഒരു ലോങ് ടൈം സർവീസൊക്കെ വേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ഇപ്പോഴും നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു കസ്റ്റമർ ഒരു സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് വന്നിട്ടിരിക്കും പരസ്യം ഇഷ്ടം പോലെ. അപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു സോളാർ വെക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി, അവർ ഒരു 10 കമ്പനികളെങ്കിലും ചിലപ്പോൾ ചൂസ് ചെയ്യാൻ, ഒരു 15 കമ്പനികളെ ചൂസ് ചെയ്യും. ഇവരെ നിന്നൊക്കെ കൊട്ടേഷൻ മേടിക്കും. ആ ഒരു കൊട്ടേഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ആദ്യത്തെ ഒരു കൺഫ്യൂഷനിലോട്ട് പോകും, കിട്ടുന്ന പ്രൈസിലുള്ളൊരു ഡിഫറൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ചിലപ്പോൾ 2 ലക്ഷം, അല്ലെങ്കിൽ 2.10, അല്ലെങ്കിൽ 2.4, അല്ലെങ്കിൽ അതിന് താഴെയൊക്കെ കോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നോക്കുമ്പോൾ ഒരു 10-25,000 രൂപയുടെ ഡിഫറൻസ് ടോട്ടലി പല കമ്പനികളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാണ്. കൂടാതെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡുകൾ, ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ. ഇത് വേറൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 1400 മുകളിൽ കേരളത്തിൽ രജിസ്ട്രേഡ് വെണ്ടേഴ്സ് ഉണ്ട്. നമ്മുടെ അതായത് നമ്മുടെ PM സൂര്യകാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് വെണ്ടേഴ്സ് 1400 മുകളിലുണ്ട്. ഈ 1400 മുകളിലുണ്ടെന്ന് കൂടാതെ ഇവരുടെ തന്നെ ഡീലർമാരും സബ് ഡീലർമാരും എല്ലാം കൂടെ ഒരു 10,000 പേരെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ എങ്ങനെ ഒരു സോളാർ ഇൻസ്റ്റാളർ അല്ലെങ്കിൽ സോളാർ EPCനെ ചൂസ് ചെയ്യുന്നതുള്ളൊരു വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും. ഇവർ റേറ്റ് പറയുമ്പം ഒരു കോമൺ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ആദ്യം അവർ നോക്കുന്ന പ്രൈസ് ആയിരിക്കും. ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരാളിനെ ചൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ അതൊരു വലിയൊരു പരാജയമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത്.